ആൾക്കാർ വരുന്നില്ല. PDF കാണാമോ? PDF കാണാം സർ. കാണാം മിസ്, കാണാം. ഓക്കെ. പ്രയർ പാട്ടെ മിസ്സേ. മിനിറ്റ്. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോ. Good afternoon, miss. Good afternoon. ഹലോ മിസ്സേ, കേക്കാമോ? പ്രയർ സ്റ്റാർട്ട് ചെയ്തോ. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാ നിൻ കാലിണ കഴിവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണനും ബുദ്ധിയും സ്നേഹവും ശക്തിയും പ്രാണനിൽ പ്രാണനും നിന്റെയല്ലോ. എന്തിനും മീതെ വിളങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. വല്ലതേ തോന്നാവൂ നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയാൽ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. Okay. Thought of the day. തെറ്റിപ്പോയി. പിന്നെ ശരി. മാം തോട്ട് ഓഫ് ദ ഡേ പറയാൻ ആരുമില്ലെങ്കിലും ഞാൻ പറയാം. ആരാണ് പറയുന്നത്? പറയേണ്ട കുട്ടിയെ കാണുന്നില്ല, ഞാൻ പറയട്ടെ. Okay. Don't be. Good afternoon, everybody. Today's thought: don't be afraid of failure. This is the way to succeed. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയം അനുഭവിക്കാത്തവർ ഉണ്ടാകില്ല. പരാജയം എല്ലാത്തിന്റെയും അവസാനമായി നമ്മൾ കാണുന്നു. യഥാർത്ഥത്തിൽ പരാജയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യാപകരിൽ ഒരാളാണ്. പഠിപ്പിക്കാൻ ഇതിന് കഴിയും. പരാജയം ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ മാം, താങ്ക് യു. Okay, good afternoon to all. Signing, ma'am. Okay. Hey kids, it's time to ready. Come, get ready with me. Learn to button your shirt without mom or dad to call. Let's do it, do it, do it. Let's do it, do it, do it. Learn to snap your banyan without mom or dad to call. Let's do it, do it, do it. Let's do it, do it, do it. Learn to zip your jacket without mom or dad to call. Let's do it, do it, do it. Let's do it, do it, do it. Learn to clip your bag
without mom or dad to call. Let's do it, do it, do it. Let's do it, do it, do it. Learn to stick your cap without mom or dad to call. Let's do it, do it, do it. Let's do it, do it, do it. Here we ready to go. Thank you. Yes, very good. Thank you, ma'am. Okay. ആൻമരി ഉണ്ടാക്കിയതാണത്? മറ്റേ മിസ്സിന്റെ പേര് മറന്നുപോയി. മിസ്സിന്റെ വർക്കായിരുന്നു. അപർണ മിസ്. തന്നെയാണോ? എന്തോ? ജിഷാ മിസ്സോ അപർണ മിസ്സോ? അപർണ മിസ്. ടീച്ചർക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂ ആന്ന് പറഞ്ഞു, മാറിയോ? എന്ത് പറ്റി? എന്തോ? മാറി കുഴപ്പമില്ല. Yes. Taking part function and meetings. ഈ ഒരു ആക്ടിവിറ്റി ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ ചെയ്യാൻ നിങ്ങളോട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ? അതെ തന്നിരുന്നു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. The teacher should think of a school as a home. അത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നല്ലോ. ടീച്ചർ എന്താണ് തന്റെ വീട് പോലെ തന്നെ സ്കൂളിനെ കാണണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ആ ഫംഗ്ഷനും തന്റെ വീട്ടിൽ നടക്കുന്ന പോലെ തന്നെ ആയിരിക്കണം. ആ ഫംഗ്ഷൻസ് നമ്മൾ ഒരു അധ്യാപിക എന്ന നിലയിൽ നല്ലൊരു ഭാഗമാകാൻ നമുക്ക് കഴിയുകയും ചെയ്യും അല്ലെ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഫംഗ്ഷനോ മീറ്റിംഗ്സോ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് ടീച്ചേഴ്സ് എന്തൊക്കെ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ വർക്കുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഞാൻ പേജ് ഓരോ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ആരൊക്കെ ഏതൊക്കെ ചെയ്യണമെന്ന്. അറേഞ്ചിങ് VIPs ആരായിരുന്നു ഇൻവിറ്റേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്? ദിവ്യ സിനോജ്. ദിവ്യ. ഓക്കെ, പറയൂ. പറയുന്നുണ്ടോ? തോട്ട്സ് പറഞ്ഞു കഴിഞ്ഞോ മാം? എനിക്ക് കണക്ട് ആയില്ല, ഇപ്പഴാ കണക്ട് ആയത്. തോട്ട്സ് ഒക്കെ കഴിഞ്ഞു. പറഞ്ഞോ. ദിവ്യ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ ടീച്ചർ? അത് ഫസ്റ്റത്തെ പോയിന്റ് ദിവ്യാണ് പറഞ്ഞത്. നെറ്റ് കണക്ട് ആവണ്ടായിരുന്നില്ലേ? അതാണ് ഇതാ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പറയാം. ഓക്കെ. Arranging the VIPs invitation committee. അതല്ലേ മാം സ്റ്റാർട്ട് ചെയ്യാനല്ലേ പറഞ്ഞിരുന്നപ്പോ? എങ്ങനെയാണ് ദിവ്യ അറേഞ്ച് ചെയ്യാൻ പോണത്? അത് വായിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ PDF വായിച്ചിട്ടാണോ മാം പറയേണ്ടത്, അതോ ഞാൻ എഴുതിയിട്ടുള്ളതാണോ പറയേണ്ടത്? ഇല്ല, ഇത് വായിച്ചിട്ട് പറയൂ. Okay, ma'am. Arranging the VIPs invitation committee. One or few teachers who take the work are capable of not only getting the date from the VIPs, they should only do the work for printing invitation and issue them. They should meet the VIPs again to make arrangements for their arrivals. Retreat, and they are only responsible for the movement and the refreshment for the invited person. മാം, ഇതെല്ലാം ഞാൻ ഓരോ പോയിന്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, അത് വായിക്കണോ? വായിച്ചു.
ദ സ്കൂൾ കണ്ടക്ടഡ് പ്രോഗ്രാം, ഒരു പ്രോഗ്രാം കണ്ടക്ടർ ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പാരന്റ് എൻഗേജ്മെന്റ് പ്രോഗ്രാം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. The first step is organizing this program was selecting the VIPs who would participate in it. This program is for parents to do art, science, dance and craft with their children. കുട്ടികളുടെ ഒപ്പം പാരന്റ്സിന് കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതാണ് പാരന്റ് എൻഗേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അതിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം VIP-കളായിട്ട് വരുന്നത്. കുട്ടികളുടെയും പാരന്റ്സിന്റെയും പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ടാണ് VIP-കളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. The next step was to conduct the selected VIPs and select and confirm date that was convenient and available. അവർക്ക് VIPsന് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ് ഒക്കെ നമ്മൾ ആദ്യം കൺഫേം ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻവിറ്റേഷൻ ആയിട്ടുള്ള കാർഡൊക്കെ സെലക്ട് ചെയ്യാനും അത് പ്രിന്റിങ്ങിന് കൊടുക്കാനും പാടുള്ളൂ. The next step was to prepare invitation card to invite the chief guest. ഞാൻ ഇതിൽ ചീഫ് ഗസ്റ്റ് ഒക്കെ ആരെയായിട്ടാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. പറയണോ മാം? Distinguished guest attending Guinness Paltrow, who become a good comedian and then become a good actor and a directions, has proven himself by playing many capability characters in the children's film. Raul John എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് കിഡ് ആണ്. ഫ്രണ്ട്സ് ഹു ലവ്ഡ് പ്ലേയിങ് വിത്ത് ടെക്നോളജി ലേൺ മോർ ആൻഡ് ബിൽഡ് ഹിസ് ഓൺ റോബോട്ട്. ഒരു AI ടെക്നോളജി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി അമേരിക്കൻസിനൊക്കെ ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്നുണ്ട് AI-ന്ന്. അപ്പൊ കുട്ടികളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് അങ്ങനത്തെ ഒരാളുടെയും കൂടി സെലക്ട് ആയിരിക്കും നല്ലത്. പിന്നെ മജീഷ്യൻ സാമ്രാജ്, ഹി ഈസ് എ പേഴ്സൺ ഹൂ ഷോസ് എ മാജിക്. കുട്ടികൾക്ക് മജീഷ്യൻസിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടപ്പെടുമല്ലോ, അപ്പൊ അങ്ങനത്തെ ഒരു ഗസ്റ്റിനെയാണ് തീരുമാനിച്ചത്. പിന്നെ അലുമിനി, പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ആരെങ്കിലും തെരഞ്ഞെടുക്കുമല്ലോ, അപ്പൊ അതിന് RJ ജിഷാനിൽ, ഹൂ റോട്ട് പോയംസ് ദാറ്റ് ലവ്ഡ് ബൈ ചിൽഡ്രൻ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കവയിത്രിയായിട്ട് RJ ജിഷാനെയാണ് invite the VIPs official. പിന്നെ ഒഫീഷ്യൽ ആയിട്ട് VIPsനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ the guest will be invited by the key people from the people organizers and the teachers who responsibility for arranging the VIPs for the program. പ്രോഗ്രാമിന് ഗസ്റ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് അതായത് സ്കൂൾ അതോറിറ്റീസിന്റെ ആൾക്കാരും ഏത് ടീച്ചർക്കാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആ ടീച്ചറും കൂടിയാണ് VIPsനെ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. School authorities themselves have arranged transport for them for a chief guest. Chief guestന് ചിലർക്കൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്കെല്ലാം ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്ന ഉറപ്പുവരുത്തണം. When guests arrive, need to arrange place for them to rest and refreshment drinks. ഗസ്റ്റ് വന്നതിന് ശേഷം അവർക്ക് റെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്ലേസും അറേഞ്ച് ചെയ്ത് കൊടുക്കണം, ഡ്രിങ്ക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. Next responsibility is guiding of them to the event venue and making sure they don't get bored until the end of the event. അടുത്തതായിട്ട് അവരെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാന്നുള്ളതും അവിടെ ഒരിക്കലും അവർക്ക് ബോറടിക്കാത്ത രീതിയിൽ അത് കൊണ്ടുപോകുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. When the event is over, thank them for coming and make them happy by giving them a complimentary gift. ഇവന്റ് ഓവർ ആയി കഴിഞ്ഞാൽ അവരെ വന്നതിനുള്ള നന്ദി അറിയിക്കാനും അവർക്ക് ഒരു കോംപ്ലിമെന്റ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവരെ ഹാപ്പി ആക്കുകയും വേണം. Arrangements should be made for their return and transportation should be prepared immediately after the program ends. പ്രോഗ്രാം എൻഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാനുള്ള ട്രാൻസ്പോർട്ടേഷനും അതുപോലെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മാം, ഞാൻ ഇതാണ് തയ്യാറാക്കിയത്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല, നന്നായിട്ട് ചെയ്തു തന്നല്ലോ. താങ്ക് യു മാം. ഓക്കെ, ഞാൻ ടെൻഷനായി പോയി മാം, എനിക്ക് ഓൺലൈനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാണ്ടായപ്പോ ഓൺലൈൻ എനിക്ക് ഇവിടുന്ന് നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റാതെ ഞാനാകെ ടെൻഷനായി പോയതാ. ഓക്കെ, താങ്ക് യു മാം. വെരി ഗുഡ്. അപ്പൊ സ്റ്റേജിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ VIP അറേഞ്ച് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. VIP എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന്
Yes, ma'am. Okay. Then second duty ആർക്കായിരുന്നു? സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്. എനിക്കായിരുന്നു. സഫിയ ഓക്കെ. പറയട്ടെ. സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, അതായത് സ്റ്റേജ് ക്രമീകരിക്കുക. പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യലാണ് കുറച്ച് ടീച്ചേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. One of the few teachers taking this in charge should be responsible only for the mic arrangements. മൈക്ക് എന്നല്ലേ ടീച്ചറെ, അതോ മൈൽ എന്നാണോ? മൈക്ക് അറേഞ്ച്മെന്റ്. ഈ ചുമതല വഹിക്കുന്ന ചുരുക്കം ചില അധ്യാപകരില് ഒരാള് മൈക്കൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. അതായത് മൈക്കില് കുട്ടികൾക്ക് ഓരോ പരിപാടിക്കും കുട്ടികളുടെ പേരാണ് അനൗൺസ് ചെയ്യാനും വിളിക്കാനൊക്കെ ആയിട്ട് ഒരു ടീച്ചർ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും. കൂടുതല് അവര് അവിടെ തന്നെ ആയിരിക്കും, അവര് സ്റ്റേജിന് മുകളിലോട്ട് നീങ്ങരുത്. She should not move further up stage. Other of the stage arrangement should take care of decoration, seating arrangement, etc. If the screen is used, a teacher on each side of screen should not move away till the end. പിന്നെ മറ്റു കുറച്ച് ടീച്ചർമാര് സ്റ്റേജ് ക്രമീകരിക്കുകയും അറേഞ്ച്മെന്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് VIP-സിനുള്ള സീറ്റും അതേപോലെ കാണാൻ വരുന്ന പാരന്റ്സിനും മറ്റുള്ളവർക്കുള്ള സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കുറച്ച് ടീച്ചർമാര് റെഡിയാക്കും. പിന്നെ സ്റ്റേജിൽ സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിന്റെ ഇരുവശത്ത് ഓരോ ടീച്ചർമാരുണ്ടായിരിക്കും. ഓരോ പരിപാടിയും അവസാനിക്കുമ്പോഴും കർട്ടൻ മുകളിലിട്ട് ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യാനായിട്ട് ഒരു ടീച്ചർ ആ പരിപാടി അവസാനിക്കുന്നവരെ രണ്ട് ഭാഗത്തും ഓരോ ടീച്ചർമാരുണ്ടായിരിക്കണം. പിന്നെ ടീച്ചേഴ്സ് ഡ്യൂട്ടി ഡ്യൂറിംഗ് എ സ്കൂൾ പ്രോഗ്രാം. സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ഇൻക്ലൂഡ് ഓവർസീയിങ് ദ സ്മൂത്ത് റണ്ണിംഗ് ഓഫ് ഇവന്റ്. ഒരു സ്കൂളിന്റെ സ്റ്റേജ് പ്രോഗ്രാമിന് ടീച്ചേഴ്സിന്റെ സ്റ്റേജ് അറേഞ്ച്മെന്റ് ആണ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നത്. ആ പ്രോഗ്രാം ടീച്ചർമാരെ എത്രത്തോളം നന്നായി അറേഞ്ച്മെന്റ് ചെയ്യണ്ടോ അതിനനുസരിച്ചാണ് ആ പ്രോഗ്രാം അത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ടീച്ചേഴ്സ് വിൽ ചെക്ക് സ്റ്റുഡൻസ് പ്രോഗ്രാംസ് ബിഫോർ ദ ഇവന്റ്സ്. ടീച്ചർ കുട്ടികളുടെ പരിപാടികൾ പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ടീച്ചർ പരിപാടിക്ക് മുമ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ടീച്ചേഴ്സ് പ്രൊവൈഡ് ബാക്ക് സ്റ്റേജ് സപ്പോർട്ട്. ഓരോ സ്റ്റുഡൻസും നന്നായി പെർഫോം ചെയ്യാനായിട്ട് ടീച്ചർമാര് നന്നായിട്ട് ബാക്ക് സ്റ്റേജ് സപ്പോർട്ട് കൊടുക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അപ്പൊ അവർ ആ പ്രോഗ്രാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അത് ഉപകരിക്കുകയും ചെയ്യും. പിന്നെ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് കോഓർഡിനേഷൻ വിത്ത് അതർ സ്റ്റാഫ്. നല്ല അച്ചടക്ക പരിപാലനം, കുട്ടികള് സ്റ്റേജിലേക്ക് കയറി വരാതെ നോക്കുകയും അവരെ സൈലന്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഇരുത്താനുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചർമാര് നോക്കണം. അവരാണ് അതിൽ മെയിൻ ആയിട്ടുള്ള മുഖ്യ പങ്ക് വഹിക്കുന്നത്. പിന്നെ ടീച്ചർമാര് മാനേജ് ക്യൂയിങ്, ലൈറ്റിംഗ് ആൻഡ് സൗണ്ട് ചേഞ്ചസ്. സ്റ്റേജില് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണ് അറേഞ്ച് ചെയ്യേണ്ടത്. പ്രോപ്പർ സെറ്റപ്പ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റേജ് പോപ്സ് ആൻഡ് ഡെക്കറേഷൻ. പിന്നെ എൻകറേജ് സ്റ്റുഡൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പെർഫോമൻസ്. പെർഫോമൻസിന് മുമ്പും ശേഷവും കുട്ടികളെ ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കും. പിന്നെ ടീച്ചേഴ്സ് ഹെൽപ്പ് പീപ്പിൾസ് ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഇത്രയാണ് ടീച്ചർ ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ യെസ്. നെക്സ്റ്റ് ആളെ കൊണ്ട് ഞാൻ പറയിക്കാം. അതിന് മുമ്പ് ഞാനൊരു ആക്ടിവിറ്റി ലാസ്റ്റ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴേ തരയണേ. മേക്ക് എ ആൽഫബറ്റിക് പെൻസിൽ ട്രീ. അല്ല മനസ്സിലായോ? മേക്ക് എ ആൽഫബറ്റിക് പെൻസിൽ ട്രീ. ഒരു ആൽഫബറ്റിക് പെൻസിൽ ട്രീ നിങ്ങൾ തയ്യാറാക്കണം. മനസ്സിലായോ? പെൻസിലിന്റെ ഷേപ്പിലോ? എന്നിട്ട് അതില് പെൻസിലിന്റെ ഷേപ്പിൽ ആൽഫബറ്റിക് ട്രീ ഉണ്ടാക്കുക. ഒരു ട്രീ പെൻസിൽ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ആൽഫബറ്റ്സ് ആയിരിക്കണം അതിന്റെ ലീഫ് ആയിട്ട് വരുന്നത്. ഓക്കെ. പെൻസിലിന്റെ ഷേപ്പിൽ അതിന്റെ സ്റ്റെം ആണോ ഉണ്ടാവുക? പെൻസിലിന്റെ ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് അതിന് പെൻസിൽ ട്രീ എന്ന് പറയുന്നത്. അപ്പൊ പെൻസിൽ ട്രീയുടെ സ്റ്റെം എന്ന് പറയുന്നത് പെൻസിലോ, ലീഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലീഫ് വരേണ്ടത് ആൽഫബറ്റ്സും ആയിരിക്കണം. നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ അതൊന്ന് പിക്ചറൈസേഷൻ ചെയ്യണം. ഓക്കെ. എങ്ങനെയാ ചെയ്യുന്നത്? A4 ഷീറ്റിലാണോ? A4 ഷീറ്റിലോ ചാർട്ടിലോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ. പിക്ചർ അല്ലേ വരയ്ക്കണത്? ഒട്ടിക്കണോ ആൽഫബറ്റിക്സ്? നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ വർക്ക് തന്നുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 2 weeks കഴിഞ്ഞിട്ട് ചെയ്താൽ മതി.
മനസ്സിലായോ? എപ്പോ ചെയ്താൽ മതി എന്നാ പറഞ്ഞ ടീച്ചറെ? 2 weeks കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് മീൻസ് നമ്മുടെ ക്ലാസ്സിൽ അത് അവതരിപ്പിച്ചാൽ മതി. ക്ലാസ്സിൽ കാണിക്കണം, ലൈവായിട്ട് ക്ലാസ്സിൽ കാണിച്ചാൽ മതി. അത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ. ചെയ്ത വർക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണം. എല്ലാ ലെറ്റേഴ്സും വേണോ? പിന്നെ എല്ലാ ലെറ്റേഴ്സും വേണ്ടേ? മിസ് ആ ലെറ്റേഴ്സ് വെച്ചിട്ട് ഓരോ വേർഡ്സ് ഉണ്ടാക്കലാണോ അതോ ആ ലെറ്റേഴ്സ് മാത്രമാണോ? അതിലേക്ക് ആൽഫബറ്റിക് പെൻസിൽ ട്രീ എന്ന് പറഞ്ഞ ആൽഫബറ്റ്സ് വെച്ചിട്ട് ആൽഫബറ്റ്സ് മാത്രം. വേർഡ്സ് ഞാൻ പറഞ്ഞില്ലല്ലോ, വേർഡ്സ് വേണ്ട. പിക്ചർ യൂസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഇഷ്ടം. ആൽഫബറ്റ്സും പെൻസിലും മാത്രം ഉണ്ടായാൽ മതി. അതൊരു ട്രീ ആയിട്ട് തോന്നാൻ വേണം. ഓക്കെ, ഇതെങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റും. യെസ്, ഉണ്ടോ? യെസ്, കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ചെയ്യാൻ പറ്റുമല്ലോ. ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് വ്യത്യാസം വരുത്താം അല്ലേ? അക്ഷരത്തില് ചെയ്താൽ മതി എങ്ങനെയാന്ന് വെച്ചാ. ഓക്കെ, നെക്സ്റ്റ് ബ്രിങ്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്. ആരാണ് ബ്രിങ്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ് ചെയ്യുന്ന ടീച്ചർ? ആരാണ്? മിസ്സേ ഞാനാണേ. ചില്ലു എടുക്കും. ഓക്കെ, യെസ്, ചില്ലു മിസ് എന്തൊക്കെ ചെയ്യും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ? The teachers of this chart should perform the work of purchasing, preparing, allocation and cleaning the vessels. They should keep proper voucher and hand over them to the principal. നമുക്ക് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഏതൊക്കെ സാധനങ്ങൾ മേടിക്കണം, ആ സാധനങ്ങൾ മേടിക്കാൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ളൊരു പ്രിപ്പറേഷൻ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ഫുഡ്, ഡ്രിങ്ക്സ് കൊടുക്കാനുള്ള പാത്രങ്ങൾ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. VIPs ഒക്കെ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ടേബിൾ എത്തുമ്പോൾ ഒരു മിനറൽ വാട്ടർ വെക്കാനും അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാൻ, അടപ്പൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയൊക്കെ ആയ കാരണം നല്ല ഫ്രഷ് ജ്യൂസ് കൊടുക്കാനും അത് അലോക്കേറ്റ് ചെയ്യുന്ന സ്റ്റാഫിനോട് കൃത്യസമയത്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ സ്നാക്സ്, സീസൺ അനുസരിച്ചിട്ടായിരിക്കും അല്ലേ? പിന്നെ സ്നാക്സ്, ഫുഡ് എന്നിവയൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ബോക്സിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു സ്നേഹവിരുന്ന് കൊടുക്കുക. അപ്പൊ വന്നവർക്ക് ഒരു ഇംപ്രഷൻ തോന്നും. എന്താ, ഓക്കെ വന്നവരെ ഒട്ടും ബോറടിപ്പിക്കേണ്ട, മീറ്റിംഗ് മാത്രം കഴിഞ്ഞു പോവുക അങ്ങനെയല്ലല്ലോ. ഒരു ചെറിയൊരു സ്നാക്സ് പോലെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് ഇടാനുള്ള പ്രത്യേകം കൗണ്ടർ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വാങ്ങുന്ന സാധനങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വൗച്ചർ മേടിക്കുക. ആ വൗച്ചർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാനും മേടിക്കുന്ന സാധനങ്ങൾ പ്രിൻസിപ്പലിന് ഹാൻഡ് ഓവർ കൊടുക്കാനും അത് അപ്രൂവ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇത്രേ ഉള്ളൂ മിസ്സേ. ഓക്കെ, വെരി ഗുഡ്. പ്രോഗ്രാമിന്റെ ഏറ്റവും ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതല്ലേ, പീസ് കീപ്പിംഗ്. ആരാണത്? ഞാനാണ്. ആരാണ്? ഞാൻ വിനീത. വിനീത. ഓക്കെ. In many schools, when the meeting is started, the teacher align in a row and sit together, which is wrong thing. Those who are not having the stage arrangement and any other dispersed work, it is indirect that they are give peacekeeping duty. They should not only stand on both sides of the meeting hall at a gap with each other, but also in center and a few at the gate. School ഫംഗ്ഷൻസിൽ പീസ് ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ടീച്ചേഴ്സിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ആദ്യമേ തന്നെ മറ്റ് അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റുമായിട്ടൊക്കെ ചേർന്ന് പ്രോഗ്രാമിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുകയും അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരിപാടിയുടെ ഷെഡ്യൂള്, നിയമങ്ങൾ ഇവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്റ്റാഫുകൾക്കും കൃത്യമായിട്ട് വിവരം നൽകണം. ഇത് പാലിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിൽ നേരിടേണ്ടി വരുന്ന ഫലങ്ങളെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തണം.
പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായി സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെയാണോ ഗസ്റ്റുകൾക്ക് വേണ്ട സീറ്റിൽ അവരും കുട്ടികൾ ഇരിക്കുന്നത് രക്ഷിതാക്കൾ ഓരോന്നും കൃത്യമായിട്ട് തന്നെ ഇരുത്താനും കുട്ടികളെ കൃത്യമായിട്ട് സൈലൻസിൽ പോകാൻ വേണ്ടി അവർ കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, അച്ചടക്കത്തോടെ ഇരിക്കുന്നുണ്ട് എന്നിവ ഉറപ്പുവരുത്തുകയും വേണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ കുട്ടികളുടെ ഇടയ്ക്ക് ഒന്ന് റൗണ്ട്സ് ചെയ്യുകയോ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കുകയോ ഒക്കെ ചെയ്യാം. അതുകൂടാതെ പ്രോഗ്രാം തുടങ്ങുന്നതനുസരിച്ച് പങ്കെടുക്കുന്ന കുട്ടികളെ അതിന് കൃത്യസമയത്ത് അവിടെ എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കാം. കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഗ്രൂപ്പ് പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ കുട്ടികളെ ലൈനായിട്ട് കൊണ്ടുപോയി ആ സ്റ്റേജിന്റെ അവിടെ എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളെ ചെറിയ കുട്ടികളുടെ അന്വേഷണത്തിന് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തിലേക്ക് ഏൽപ്പിക്കാവുന്നതാണ്. കുട്ടികളെ അതേപോലെ തന്നെ വോളണ്ടിയേഴ്സ് ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കാം. ഗ്രൗണ്ടിലോ ക്ലാസ് റൂമിലോ ഒക്കെ അലസമായിട്ട് നടക്കുന്ന കുട്ടികളെ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അതേ മീറ്റിംഗ് നടക്കുന്ന പോർഷൻസ് കൃത്യമായിട്ട് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന തർക്കങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ച് അത് പരിഹരിക്കാനും ശ്രമിക്കേണ്ടതാണ്. ഇത്രയാണ് പീസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഗേറ്റ് ഡ്യൂട്ടി ആർക്കായിരുന്നു? It is the police gateman that the entry, classrooms, urinals, toilets, and other weak spots, the chance for the crime are there to take place. So 3 or 4 of the teachers are allotted the gate attending work. They should go around the school, including urinals and lavatories, and check the students once in half an hour. 1 or 2 should ever be at the gate. പ്രവേശന ക്ലാസ് മുറികൾ, യൂറിനൽസ്, ടോയ്ലറ്റ്സ്, മറ്റ് ദുർബല സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കുറ്റകൃത്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സോ 3-4 അധ്യാപകർ ഗേറ്റ് ഡ്യൂട്ടിക്ക് നിശ്ചയിച്ച് ടോയ്ലറ്റ്സും യൂറിനൽസ് ഉൾപ്പെടെ അരമണിക്കൂറിലൊരിക്കൽ സ്കൂളിന്റെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കണം. 1-2 ടീച്ചേഴ്സ് ഗേറ്റിന്റെ സൈഡിൽ വേണം. ചെക്കിംഗ് ചെയ്യാനും പ്രോഗ്രാമിന്റെ നല്ല നടത്തിപ്പിനും കുട്ടികളോ പേരൻസോ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് തടയാനും ഗേറ്റ് ഡ്യൂട്ടി സഹായിക്കുന്നു. എന്റേതായിട്ടുള്ള 2-3 പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. കുട്ടികൾ പുറത്തുള്ള ഷോപ്പിലേക്കും മറ്റും മിഠായികളൊക്കെ വാങ്ങാൻ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേരൻസ് ഇല്ലാതെ കുട്ടികൾ പുറത്തു പോകുന്നത് തടയാൻ സഹായിക്കുന്നു. പിന്നെ ടോയ്ലറ്റ്സിന്റെ ഭാഗത്തും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് തടയാൻ ഗേറ്റ് ഡ്യൂട്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമിന് പുറത്തുനിന്നുള്ള അപരിചിതരും വരാൻ സാധ്യതയുണ്ട്. അതിൽ മോശം സ്വഭാവക്കാരും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട വിവരം അറിയിക്കാനും നടപടികൾ സ്വീകരിക്കാനും കഴിയുന്നു. അപ്പൊ തന്ന വർക്ക് നന്നായിട്ട് ചെയ്തു നിങ്ങള്. ഇനി നമ്മളൊരു ആക്ടിവിറ്റി ക്ലാസ്സിൽ തന്നെ ചെയ്യാണ്. ഒരു ഇമാജിനറി ആക്ടിവിറ്റി ആണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടോ ഇമാജിനറി ആക്ടിവിറ്റി? പേര് കേൾക്കുമ്പോ വലിയൊരു കാര്യമായിട്ട് വിചാരിക്കണ്ട. ടോപ്പിക് കേൾക്കുമ്പോൾ മനസ്സിലാവും ചെറിയൊരു കാര്യമാണ്. പക്ഷെ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, യെസ്. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്, ഇതാണ് ടോപ്പിക്. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദിവസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മൊമെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾ സംസാരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾ എല്ലാ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനെ എന്താ പറയാ, വെറുതെ ഒരു ഇൻസിഡന്റ് നടന്നു എന്നല്ലാതെ നല്ല രീതിയിൽ നിങ്ങളത് എങ്ങനെ എത്രത്തോളം അത് എഫക്ട് ചെയ്തു, ആ മൊമെന്റ് നിങ്ങൾ എങ്ങനെ ആസ്വദിച്ചു എന്നതുമായി ബന്ധപ്പെട്ട രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരുന്നതാണ് നല്ലത്. എല്ലാവരെയും ഇപ്പൊ നമുക്ക് ഈ സമയം കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇന്നൊരു ദിവസം ഈ ഒരു ആക്ടിവിറ്റി, പിന്നീട് വേറെ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം, അല്ലെങ്കിൽ ഏറ്റവും എന്താ ഒരിക്കലും മറക്കാനാവാത്ത ദിവസം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഏറ്റവും സന്തോഷവും കൊണ്ട് നിറഞ്ഞൊരു ദിവസം. ആ ദിവസത്തെ കുറിച്ച് വളരെ വളരെ ചുരുക്കി പറയാം ഓരോരുത്തരായിട്ട്. യെസ്,
ചിലു, ഞാൻ ആദ്യം ചിലുവിനെ വിളിക്കണേ. ചിലു പറയൂ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എനിക്ക് മോളുണ്ടായതാണ്. അതാണ് ഒരു അമ്മ ഒരു പെണ്ണായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് കാര്യം. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. ദുബായിൽ വെച്ചായിരുന്നു. കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കോവിഡിന്റെ സമയത്തായിരുന്നു. ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാ ഞാൻ നാട്ടിലെത്തിയത് തന്നെ. എനിക്ക് 5 മാസം എൻ്റെ കൊച്ചിന് 5 മാസം വയറ്റിലായിരുന്ന സമയത്ത് ഞാൻ വന്ദേ ഭാരതിന് കയറി വന്നതാ. അത് ചാർട്ടേഡ് ഫ്ലൈറ്റിന് കയറി വന്ന ഞാൻ നാട്ടിലേക്ക്. അത് പിന്നെ അവിടെ വന്ന് കുഞ്ഞൊക്കെ ഉണ്ടായി. പിന്നെ ഒരു 6 മാസം, കുഞ്ഞിന് 6 മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെയും കൊച്ചിനെ കാണാൻ ഹസ്ബൻഡ് വരുന്നത്. വന്നു, 1 മാസം കഴിഞ്ഞു ആള് പോയി. പിന്നെ കൊച്ചിന്റെ കൂടെയുള്ള കളിക്കലും അവളുടെ ഓരോരോ എന്താ പറയണേ തമാശകളും കൊഞ്ചിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പക്ഷെ എൻ്റെ മനസ്സിലും വേറൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വശത്തോടെ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണം, അല്ലാതെ നമ്മുടെ ബന്ധുക്കളിൽ നിന്നും നമുക്ക് ഒത്തിരി ടോർച്ചറിങ് കേട്ടിട്ടുണ്ട്. ഒത്തിരി ഇത് കല്യാണത്തിന് മുന്നും പുറത്തല്ലായിരുന്നു, ഇനി എന്താ പോവാത്തെ, കൊച്ചായി പിന്നെ തിരിച്ചു വിട്ടതായിരിക്കും അല്ലേ, അങ്ങനത്തെ ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഓരോ കാര്യങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ബാങ്കിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി നടത്തി. പിന്നെ എൻ്റെ അടുത്ത ഒരു സന്തോഷമുള്ള കാര്യം, ഇങ്ങോട്ടേക്ക് എനിക്ക് വരാൻ പറ്റി. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്, ദുബായിലേക്ക്. ഇതിനു വേണ്ടി ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടാ വന്നേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പറയുന്നത് ആൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം കൂടെ നമുക്ക് ഒരാളുടെ ജോലിയും കൊണ്ട് വേണം എല്ലാം നമുക്ക് ഓടിക്കാൻ. അപ്പൊ ഓരോ കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് പറഞ്ഞ് ഇവിടെ എത്തിയത്. അപ്പൊ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള 2 സന്തോഷകര കാര്യങ്ങള്, ഒന്ന് എനിക്ക് കുഞ്ഞുണ്ടായതും, രണ്ടാമത്തെ ഹസ്ബൻഡിന്റെ കൂടെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയട്ടെ. ചെറുതാക്കി പറഞ്ഞോട്ടെ എല്ലാവരും. എനിക്ക് അങ്ങനെ തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഞാൻ കുറെ കാലമായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ 4 വർഷമായിട്ട് ട്യൂഷൻ നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോ അതിന്റെ ഇടക്ക് ഒന്ന് ചെയ്തുകൊണ്ടിരുന്നു. +2 ഒരു ഡിഗ്രി ഒക്കെ ആയപ്പോ ഞാനത് നിർത്തി. പിന്നെ അതിന്റെ ഇടക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ എന്റെ മോളെ ട്യൂഷൻ എടുക്കും, ആള് കുറച്ച് ബാക്കോട്ടാണ് പഠിക്കാന്, മോനും ഉണ്ട്, ബാക്കോട്ടാണ് പഠിക്കാന് എന്ന് ചോദിച്ചു. അപ്പൊ പഠിക്കാൻ ബാക്കോട്ടാന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോന്ന്. പക്ഷെ അവര് വന്നു, ആ കുട്ടികൾ വന്നപ്പോ എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല. ആ പെൺകുട്ടി 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെ 8ൽ വരെ എത്തിന്ന്, ജയിപ്പിച്ച് വിട്ടതായിരിക്കും ഒരു പക്ഷെ. അപ്പോ അങ്ങനെ ചെയ്ത് ഞാൻ പിന്നെ 2 കൊല്ലത്തോളം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടക്ക് ആ കുട്ടികൾ ഇംഗ്ലീഷ് എഴുതാൻ വായിക്കാനും പഠിച്ചു, മലയാളം പഠിച്ചു, അക്ഷരം ABCD തൊട്ടാ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത്. ഈ മറ്റേ 2 വര കോപ്പി ഇല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്. 4 ലൈനൊക്കെ ഉള്ളത് വെച്ചിട്ടാ തുടങ്ങിയത്. ആ കുട്ടികൾ ശരിക്കും പഠിക്കാൻ തുടങ്ങി. 2 ആളുണ്ടായിനി, ഏട്ടനും അനിയനും ഉണ്ടായിരുന്നു, അനിയത്തിയും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ആ കുട്ടികൾ പഠിച്ചു നന്നായിട്ട്, അക്ഷരം എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചപ്പോ എനിക്കൊരു സന്തോഷമായിരുന്നു അത് കണ്ടപ്പോ. ഞാൻ വീട്ടിന്റെ അടുത്ത് കൂടെ പോകുമ്പോ, വീടിന് അടുത്ത് തന്നെയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ വീട് മാറി പോയതായിരുന്നു അങ്ങോട്ട്. പിന്നെ ഒരിക്കലും പുറത്തുനിന്ന് എന്നെ കണ്ടപ്പോ ഞാൻ കടയിൽ പോയതായിരുന്നു. അപ്പൊ കുറച്ച് ആൾക്കാരെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ആ മക്കള് തീരെ പഠിക്കൂലേ, ഇനിയും ഈ കുട്ടീന്റെ അടുത്ത് എത്തിയപ്പോ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പൊ നന്നായിട്ട് എഴുതാനും വായിക്കാനൊക്കെ തുടങ്ങിയിരിക്കണ്. അങ്ങനെയൊക്കെ മറ്റുള്ളവരെ മുന്നിൽ പറഞ്ഞപ്പോ അത് എനിക്കൊരു സന്തോഷം. നെക്സ്റ്റ് ആരാണ്? ഞാൻ പറയട്ടെ ടീച്ചറെ? ആരാണ്? ഹർഷ. ടീച്ചറെ, എനിക്ക് ഒരു സന്തോഷമുള്ള ഒത്തിരി പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ഓർത്തു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ എൻ്റെ ഒരു LKG ടൈമിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഒരു ഡാൻസ് കളിച്ചത് എനിക്ക് ഇന്നും ഒത്തിരി സന്തോഷം. ആ കളർഫുൾ ഡ്രസ്സ്, ഒരു ഓറഞ്ചും ബ്ലാക്കും അതിൽ ഗോൾഡൻ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്,
പിന്നെ ഒത്തിരി പേര് കൈയടിക്കുന്നു, മിഠായി കിട്ടുന്നു, ഒക്കെ LKG പഠിക്കുന്ന ടൈമിൽ അത് കൂട്ടത്തിൽ ഒരു കഥാപ്രസംഗം കൂടെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാരും പറഞ്ഞു ഒച്ചത്തിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് സത്യം പറഞ്ഞ അവിടെ നിന്നോട്ട് അങ്ങ് കാറുമായിരുന്നു, മൈക്കിന്റെ മുമ്പിൽ നിന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും എല്ലാരും പറഞ്ഞത് ചിരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അപ്പം ആ കഥാപ്രസംഗം പറഞ്ഞ് അപ്പോഴത്തേനും ഞാനേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ കഥാപ്രസംഗം പറയാനും. അപ്പൊ ആ ഒരു നിമിഷമാണ് എനിക്ക് ഒത്തിരി ഇപ്പോഴും ഞാനത് ഓർക്കുമ്പോൾ സന്തോഷമുള്ള ഒരു നിമിഷം എനിക്കതാണ് ടീച്ചറെ. മിസ്സേ ഞാൻ പറയട്ടെ മിസ്സേ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്റെ മോക്ക് ഹേർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളുള്ള സമയത്ത് അവനിയല്ല റാണിയാ, റാണി. സന്തോഷം കൊണ്ട് കരയുന്നേ. അത് പറയുമ്പോഴുള്ള ഒരു ഫീലിങ്സ്. മോക്ക് എപ്പോഴും അങ്ങ് അസുഖമായിരുന്നേ, എപ്പോഴും അസുഖം. അങ്ങനെ ശ്രീചിത്രയിൽ വെച്ചിട്ട് കീഹോൾ സർജറി കഴിഞ്ഞിട്ട് അവൾ ഫസ്റ്റ് ആയിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ ഫീലിങ്സ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? അതുകൂടാതെ 12 വർഷത്തിന് ശേഷം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഒരു കുഞ്ഞിനെയും കൂടി. രണ്ടാമതും ദൈവം ഒരു കുഞ്ഞിനെ തന്നു. 3-ാം മാസത്തിൽ ഞാൻ ആക്സിഡന്റ് ആയിട്ട് പോലും ആ കുഞ്ഞു പോയില്ല. എനിക്ക് ഹെർണിയയുടെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുഞ്ഞിനെയും കൂടി ദൈവം തന്നപ്പോ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ളത് ഞാനാണ്. ഇതില് വേറെ എന്താ വേണ്ടേ അല്ലേ? അതെ, ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും നല്ല സന്തോഷം ഉണ്ടായില്ലേ? അതെ അതെ. കരയണ്ടാട്ടോ, സന്തോഷം കൊണ്ടാണ് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് വിഷമാവുന്നു കരച്ചിലേക്ക് പോവാം. സന്തോഷം കൊണ്ടുള്ള വിഷമമാണ്, വേറെ ഒന്നല്ല. മൂത്തയാള് ഒത്തിരി ഇഞ്ചക്ഷൻ സ്റ്റെറോയിഡ് ഒക്കെ ഒത്തിരി കേറിയിട്ടുണ്ടായിരുന്നു മൂത്തയാൾക്ക്. 4-ാം വയസ്സിലാ ശ്രീചിത്രന്ന് കീഹോൾ ചെയ്തേ. അതിൽ 5 കുട്ടികൾ ചെയ്തതിൽ ഒരു കുട്ടി ഫെയിൽ ആയിപ്പോയി. അപ്പൊ ആ കുട്ടിക്ക് ഓപ്പൺ സർജറി ചെയ്യല്. അന്നേരം ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയെന്നുള്ള ഒരു വിളി, അത് വല്ലാത്ത, ലോകത്തിലും ഇത്രയും സന്തോഷം എവിടെ ഉണ്ടാവും. എന്താ പറയാ ഞങ്ങള് സോറി മിസ്സേ, അറിയാണ്ടെങ്കിൽ ഇത് ഇമോഷണൽ. അന്ന് ദൈവം കുറെ പരീക്ഷിച്ചെങ്കിലും റാണി ഇപ്പൊ മോള് നല്ല ഡാൻസർ ആണ്. ഭാവിയില് നല്ലൊരു ഡാൻസർ ആയിട്ട് മാറട്ടെ. ഇനി ഭാവിക്കുള്ള കുറെ സന്തോഷങ്ങൾ കൂട്ടിവെച്ചതായിരിക്കും ഭഗവാൻ അന്ന്. ഇപ്പം രണ്ടാമത് സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം പറയണം കേട്ടാ മോളോടെ. ഇവിടെ അമ്മോ മോളെ, ഇതാ എന്റെ 2 മക്കള്. അമ്മുക്കുട്ടി ഞാനാണിത്. പറ്റുന്നില്ല, ഒരു മിനിറ്റേ പോലെ കാണാൻ പറ്റുന്നില്ല. വാണിന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് രണ്ടുപേരല്ലേ? ഹലോ വാവേ, ഉറങ്ങുമായിരുന്നോ? എവിടെ? മോളുടെ പേരെന്താണ്? മോളുടെ പേര് അർവിണി. ഓക്കെ. മോന്റെ പേരോ? പേരെന്താണ്? ഇത് മനസ്സിലായില്ല എന്താണെന്ന്. വാണി എവിടെ? ഞങ്ങൾ വാണീനൊന്ന് മോളുടെ പേര് അവനി രാജ്. വാണീനൊന്ന് കാണിക്കൂ. സന്തോഷം കണ്ടോ? ഹലോ. കാണാൻ പറ്റില്ല, നേരെ പിടിക്കും, ഫോൺ നേരെ പിടിക്കും. ഓക്കെ. മോളുടെ പേര് അവനി രാജും ഇളയാളെ പേര് അവിക രാജ്. സന്തോഷം കണ്ണിൽ കാണാം. അതെ, ഒത്തിരി ട്രോമ ഉണ്ടായിരുന്നു മിസ്സേ. അമ്മക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അതെ, ലൈഫിൽ ഒത്തിരി ട്രോമ ഉണ്ട്. അമ്മക്ക് ക്യാൻസർ ആയിരുന്നു. അമ്മയുടെ ലെഫ്റ്റ് ലെഗ് മൊത്തം കട്ട് ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, പറഞ്ഞോളൂ.
അല്ല, ഒത്തിരി ട്രോമ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അമ്മയുടെ അപ്പോൾ ലെഫ്റ്റ് ലെഗ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ കട്ട് ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് അവിടെ വാഷൊക്കെ ചെയ്യണം. അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ദൈവം തന്നതായിരിക്കും ഇപ്പം രണ്ടാമത് ഒരു കുഞ്ഞിന്. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ വാണി. ശരി, കുട്ടികളെ കാണാൻ പറ്റി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മിസ്. അടുത്ത ആരാണ് ഇനി? എന്ത് പറ്റി എല്ലാവർക്കും? മാം ഞാൻ പറയാം. എന്റെ ഹാപ്പി ഇൻസിഡന്റ് എന്ന് വെച്ചാല്, ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരാളാണ്. എന്റേത് ഞാൻ ആഘോഷിക്കാറേ ഇല്ല. ഹസ്ബൻഡും നാട്ടിലുണ്ടാവാറില്ല ആ സമയത്ത്. പിന്നെ ഈ ഫെബ്രുവരി മാസത്തില് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാണ്ട് അച്ഛനും മോളും എടുത്തിട്ട് എനിക്ക് രാത്രി കേക്ക് വാങ്ങിക്കൊണ്ടെന്ന് ബർത്ത്ഡേ വിഷസ് പറഞ്ഞു. അത് എനിക്കൊരു ഹാപ്പി മൂമെന്റ് ആയിരുന്നു. അതാണ് എന്റെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇല്ല നിങ്ങൾക്ക്? പറയൂ. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. 7 വർഷത്തിന് മുമ്പായിരുന്നു അതുണ്ടായത്. അത് എന്റെ ബർത്ത്ഡേ ആയിരുന്നു അത്. അന്ന് എന്റെ അമ്മ വന്നിരുന്നു. ഞാൻ കല്യാണം കഴിച്ച ഈ വീട്ടിലേക്ക് അമ്മ വന്നു. അങ്ങനെ അമ്മ വന്നു, പ്രതീക്ഷിച്ചില്ല, സർപ്രൈസ്ഡ് ആയിരുന്നു. അപ്പൊ അമ്മ വന്നു, എനിക്ക് കേക്ക് കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷം. അമ്മ മാത്രമേ വന്നുള്ളൂ. എനിക്ക് കേക്ക് കൊണ്ടുവന്നു, എനിക്ക് ഒരു റിങ് പ്രസന്റ് തന്നു. ഇതുവരെയായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെയൊക്കെ തന്നതായിട്ട്. കുഞ്ഞിലെങ്ങാണ്ട് തന്നിട്ടുള്ള ഒരു ഓർമ്മയുള്ളൂ. തന്നു. അന്ന് ഭയങ്കര സന്തോഷം. കേക്ക് മുറിച്ചു, ഭയങ്കര സന്തോഷം. ഇതുവരെയായിട്ട് നമ്മൾ ഈ അച്ഛനും അമ്മയും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ഇപ്പോഴത്തെ കുട്ടികൾ മുറിക്കുന്ന പോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കത്തില്ലേ, അതുപോലെ ബർത്ത്ഡേ പാർട്ടി, അതുപോലെ ഒന്നും നമ്മുടെ കുട്ടിക്കാലത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഫാദർ ഇല്ലായിരുന്നു, കൂടെ അമ്മ മാത്രമായിരുന്നു. പക്ഷെ അത് എന്റെ ലാസ്റ്റത്തെ ബർത്ത്ഡേ ആയിരുന്നു. ലാസ്റ്റത്തെ ഒരു സന്തോഷമായിരുന്നു, ലാസ്റ്റത്തെ ഒരു സങ്കടവും നിറഞ്ഞ ഒരു ഇതായിരുന്നു കേട്ടോ. പിറ്റേ വർഷം എന്റെ അമ്മ മരിച്ചു. അതൊരു വല്ലാത്തൊരു സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു മൊമെന്റ് ആയിരുന്നു. എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത്. താങ്ക് യു ജിഷ. അടുത്ത ആരാണ്? കുറെ നിമിഷങ്ങളുണ്ട് മിസ്, അതിൽ ഒരെണ്ണം പറയാം. റീസെന്റ് ആയത്, കുറെ പണ്ടത്തേക്ക് പോയ നമുക്ക് കുറെ വിഷമങ്ങളും വരും. അതുകൊണ്ടാ കല്യാണം കഴിയണ വരെ ഞാൻ അങ്ങനെ ബർത്ത്ഡേ ഒന്നും, ഇപ്പൊ എല്ലാരും ബർത്ത്ഡേനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഓർമ്മ വന്നത് പറയാം. ബർത്ത്ഡേ ആഘോഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആഘോഷം എന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് വേണ്ടി പായസം ഉണ്ടാക്കും, അന്ന് അമ്പലത്തിൽ പോവും. അതാണ് നമ്മുടെ ആഘോഷം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള പരിചയമല്ലോ, കേക്ക് കട്ടിങ്ങും അതൊക്കെ. കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ ഒമാനിലെത്തി. നവംബർ 22 എന്റെ ബർത്ത്ഡേ. അന്ന് ഹസ്ബൻഡ് നേരത്തോടെ ഡ്രസ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. പുറത്ത് പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ ആസ് യൂഷ്വൽ അതിനേലും മുന്നും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ആകുമെന്ന് വെച്ചു. അപ്പോ ആളെന്നോട് ഡ്രസ് ചെയ്ത് നിൽക്കാൻ വന്ന് ഞാനൊന്ന് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആ ഹാളില് ആളെ കൊണ്ട് ആ ഒരു നേരം കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഞാൻ നോക്കുമ്പോ അവിടെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറും കേക്കും ഒക്കെ കൂടി ആകെ സെറ്റ് ചെയ്ത്, സത്യം പറയാം അന്ന് അപ്പൊ നമ്മൾ സന്തോഷിക്കാറുണ്ട്. പക്ഷെ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് അങ്ങനത്തെ ഒരു കേക്ക് കട്ടിങ്ങും സർപ്രൈസും ഒക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കിട്ടുന്നത്. അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. അത് ഏത് ബർത്ത്ഡേ വന്നാലും എനിക്ക് ആ ഒരു ബർത്ത്ഡേയുടെ ദിവസത്തിനേലും വലുതായിട്ടൊന്നും തോന്നാറില്ല. താങ്ക് യു. ആരാണ്? ഞാനൊരു പേര് വിളിക്കട്ടെ. സ്ക്രീനിൽ കാണുന്നവരെ വിളിക്കുള്ളൂ കേട്ടോ.
ഇഷ സി. ഇഷ. ടീച്ചറെ പറയൂ ഇഷ. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയല്ല, എല്ലാം ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. എന്നാലും ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയത് നമുക്ക് റേഡിയോയിൽ ഒരു സബര്യ എന്ന് പറയുന്ന ഒരു സാഹിത്യ ശില്പശാല നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് CP പള്ളിപ്പുറം സാറാണ് ഗസ്റ്റ് ആയിട്ട് വന്നത്. സാറാണ് ഒരു സെഷൻ എടുത്തിരുന്നത്. അപ്പം CP സാറെ ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനായിരുന്നു. അപ്പൊ അച്ഛന്റെ മരണം കഴിഞ്ഞ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം. അപ്പം അച്ഛന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു CPയെ കാണണമെന്നും ഒന്ന് തൊടണമെന്നൊക്കെ. നല്ല വായനക്കാരനാണ് അച്ഛൻ. അപ്പം പക്ഷെ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ CP സാറോട് ഇങ്ങനെ സമയം കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് CP സാറ്, ഒന്ന് കാണണം അല്ലെ ഒന്ന് തൊടണമെന്നുണ്ട്, വലിയൊരു ആഗ്രഹമാണ് അച്ഛനെന്ന് പറഞ്ഞു. അപ്പം CP സാർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ജിഷയുടെ അച്ഛനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണെന്ന് പറഞ്ഞു CP സാർ. പക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. അതോടൊപ്പം തന്നെയാണ് അച്ഛന് ഒരു അയ്യപ്പ ഭക്തനാണ്. ഇപ്പം ഡെയിലി രാവിലെ ഉറങ്ങി എണീറ്റ് അച്ഛൻ ഇടുന്ന ഒരു കാസറ്റ് സാമവേദ നാവിലുണർത്തിയ സ്വാമി എന്നുള്ളതാണ്. അത് രാജീവ് ആലുങ്കൽ സാർ എഴുതിയാണ്. അപ്പൊ ആ ഒരു പ്രോഗ്രാമില് നമ്മുടെ ചീഫ് ഗസ്റ്റ് രാജീവ് സാറാണ്. അപ്പൊ രാജീവ് സാറും ഉണ്ടായിരുന്നു. സാറുടെ മുമ്പ് വെച്ചും ഞാൻ പറഞ്ഞു, അച്ഛന് ഉറങ്ങി എണീറ്റ കേൾക്കുന്ന ഒരു പാട്ട് ഇതാണ്. അപ്പം രണ്ടുപേരും അച്ഛനെ പോലെ എനിക്ക് അടുത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. ആ ഒരു സബര്യ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അത്രേ ഉള്ളൂ ടീച്ചർ. താങ്ക് യു. ഇനി ആരാണ്? അസ്ന. പറയൂ അസ്ന. ഒരുപാട് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്, ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് എന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ +2 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ മോനെ പ്രഗ്നന്റ് ആയി. പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പഠിത്തം തുടരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 2 വർഷം, മോന് 2 വയസ്സൊക്കെ ആയ സമയത്താണ് ഞാൻ +2 പിന്നെ എഴുതാന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അപ്പം ഹസ്ബൻഡിന് ക്ലാസ്സിലേക്ക് പോകുന്നതും വലിയ ഇഷ്ടമല്ലായിരുന്നു ഒന്ന്. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു, പഠിത്തം തുടരാൻ കഴിയാത്തതിൽ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ ടച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും പഠിച്ചതൊന്നും ഓർമ്മയില്ലാത്തൊരു സമയമായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഒരു കോച്ചിങ്ങിന് പോട്ടെ, പിന്നെ ഒരു 2-3 മാസത്തേക്ക് ഒരു കോച്ചിങ്ങിന് പോട്ടെ +2 എഴുതിയെടുക്കാനെന്ന് ചോദിച്ചു. അപ്പൊ അതിനും സമ്മതിച്ചില്ല. അപ്പൊ എനിക്ക് അതിലേറെ സങ്കടമായി. പിന്നെ എനിക്ക് വാശിയായി, എങ്ങനെയെങ്കിലും ഇത് എഴുതിയെടുക്കണം, ഒറ്റയ്ക്ക് പഠിച്ചിട്ടാണെങ്കിലും എഴുതിയെടുക്കണം എന്നുള്ളൊരു വാശി കയറി. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളോടൊക്കെ ബുക്സും ഇതൊക്കെ കളക്ട് ചെയ്ത് നോട്ട്സൊക്കെ വാങ്ങി അങ്ങനെ ഒറ്റയ്ക്ക് 2 മാസം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് എക്സാം എഴുതി. പിന്നെ ഞാനും എൻ്റെ അനിയനും എല്ലാവരും ഒരുമിച്ചാണ് എഴുതിയത് +2 എക്സാം. പിന്നെ +2ന്റെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് 60% മാർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഹസ്ബൻഡ് പറഞ്ഞു എന്നോട്, ഇങ്ങനെ വീട്ടിലിരുന്ന് എഴുതിയിട്ടും എനിക്ക് ഇത്രക്ക് മാർക്ക് കിട്ടിയല്ലോ, ഇനി പഠിത്തം തുടരാന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്കും എനിക്കും ഒക്കെ. ആ ഒരു നിമിഷം ഇപ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും ഒന്ന് പറയാൻ? വേറൊരു അവസരത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണോ നിങ്ങൾ പറയാൻ? എന്തോ മിസ്സിന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറ. എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റോ? ഓ, അസ്ത്രം തിരിച്ചു കൊടുത്തില്ലേ? എന്താ പറയാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തന്നത് ഇമാജിനറി ആക്ടിവിറ്റി ആണ്. നമ്മളുടെ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. പക്ഷെ നമ്മള് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിന്റെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമല്ലേ വന്നത്? അതെ അതെ അല്ലേ? അതെ മിസ്സേ. അതെന്താണത്? സന്തോഷത്തിന്റെ ഒരു ഇടയ്ക്ക് ഒരു സങ്കടം ഉണ്ടായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് സന്തോഷിച്ചിരുന്ന കാര്യങ്ങള് ഇപ്പൊ അതാലോചിക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? സങ്കടമായിട്ടല്ലേ തോന്നുന്നത്?
ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമയമാണ്. പക്ഷെ അത് ആ ഒരു എന്താ പറയാ, ആ ഒരു മൊമെന്റിന്റെ പ്രീഷ്യസ്നെസ് കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ക്വാളിറ്റി കൊണ്ടുള്ള ഒരു എന്താ പറയാ, നമുക്ക് സ്പീച്ച്ലെസ് ആണ്, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു സങ്കടം വരുന്നത്. കേട്ട് കഴിയുന്നവർക്കും അത് തന്നെ അതേ സെയിം ഫീലിംഗ് ആണ്. ആ ഒരു ഹാപ്പിയാണ്. സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന ഒരു വികാരം, സങ്കടം. അതെ, ചില നമ്മൾക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് നമുക്ക് ഒരിക്കലും അത് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിങ്ങനെ സ്വയം അനുഭവിച്ചറിയാൻ മാത്രമേ അറിയുള്ളൂ, അല്ലെ? അത്രേ പറ്റുള്ളൂ. അങ്ങനെ എന്തോരം മൊമെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്, അല്ലേ ദിശ? ജിഷ പറഞ്ഞില്ലേ കെട്ടിപ്പിടിച്ചു എന്ന്. അതിനൊക്കെ പറ്റി ജിഷക്ക് വാക്കുകൾ കൊണ്ടതിന് വർണ്ണിക്കാൻ സാധിക്കുന്നില്ല, അല്ലേ? അത് ജിഷ അനുഭവിച്ച കാര്യമാണ്. ജിഷക്ക് ആ ഫീലിങ്സ് എന്തായിരിക്കും നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാനും നമുക്ക് പറ്റുള്ളൂ. എത്ര എക്സ്പ്രസ് ചെയ്താലും നമുക്ക് എന്താണ് ജിഷക്ക് ആ സമയത്ത് ഉണ്ടായത്, സങ്കടവും വിഷമം എല്ലാം കൂടി ഒരു അവസ്ഥയായിരുന്നില്ല അത്. ഹാപ്പിയുമായിരുന്നു. പക്ഷെ അച്ഛൻ കൂടെ ഇല്ല എന്നുള്ള ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അല്ലെ? ഇത്രയൊക്കെ എന്തൊക്കെയാണെങ്കിൽ പോലും. അപ്പൊ നമ്മൾ പറയാറ്, നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെന്റ്സ് ആലോചിച്ച് കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ അതിനെ പറ്റി എന്താ പറയാ, അതിനെ കുറിച്ച് ആലോചിക്കും നമുക്ക് കരച്ചിൽ വരുന്നത്. ശരിയാണ്, ഓരോ ജീവിതാനുഭവങ്ങളോട് നമുക്ക് മനസ്സിലാവും മുന്നോട്ട് പോകുന്നതനുസരിച്ച്. അപ്പൊ നമ്മളുടെ MT6 എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആണ്. കുറെ വികാരങ്ങൾ കൊണ്ട് എല്ലാവരും കണക്റ്റഡ് ആണ്. കുറെ പേർക്ക് ഇപ്പൊ ഒരാൾ പറഞ്ഞപ്പോ നമുക്കത് എല്ലാവർക്കും എഫക്ട് ചെയ്തു, ആ ഒരു വിഷമം നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ വാണി പറഞ്ഞ കാര്യം അല്ലെ, ആ ഒരു ഫീലിംഗ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമ്മളൊക്കെ സാധാരണ മനുഷ്യരായതുകൊണ്ടാണ് നമുക്കത് ടച്ച് ചെയ്തത്, അല്ലെ? ഞാൻ പിന്നീട് അത് പറഞ്ഞപ്പോൾ നമ്മളും കൂടി മനസ്സിലത് മനസ്സിലൊരു വിഷമം വന്നു. അതെ, നമുക്ക് സന്തോഷം കൊണ്ടാണ്. പക്ഷെ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമുക്ക് പരസ്പരം നമ്മളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്നറിയില്ല, ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരിടക്ക്. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഉണ്ടാതായി തുടങ്ങി, അതിലൊന്നും സംസാരിക്കില്ല, പലരും പല തിരക്കിലായിരുന്നു, അങ്ങനെയൊക്കെ. എങ്കിലും നമുക്ക് ഇഷ്ടമാണ് ഇതിന്റെ അടുത്ത് കയറാനായിട്ട്. ഫിസിക്സ് ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നല് നമ്മുടെ ക്ലാസ്സിൽ വരാറുണ്ട്. അപ്പൊ അതാണ്, നമ്മളൊക്കെ തമ്മിൽ എന്തൊക്കെയൊക്കെ കണക്ഷൻ ഉണ്ട്, എവിടെയൊക്കെയോ തമ്മിൽ ആരൊക്കെയൊക്കെ. അപ്പൊ അത് ടീച്ചർ സ്റ്റുഡൻസ് എന്നുള്ള നിലയിലല്ല, അല്ലെ? അതിനപ്പുറത്ത് എന്തൊക്കെയോ കണക്ഷൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആക്ടിവിറ്റി തന്നത്. അല്ലാതെ ഇത് നമ്മളുടെ സിലബസ് റിലേറ്റഡ് ഒന്നുമല്ല. പക്ഷെ തുടക്കം ഇങ്ങനെ അവസാനം ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് അതിനെ പറ്റി സംസാരിക്കും, അതിനെ എക്സ്പ്രസ് ചെയ്ത് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മളെല്ലാവരും ഒരേപോലെ സാഡായിപ്പോയി, അല്ലെ? എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു മൗനം എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ടാവിരിക്കുന്നു കുറച്ച് പേരെ. ചിലര് വിഷമം കൊണ്ട് ഉണ്ടായിരിക്കുകയാണ്, അല്ലെ? സന്തോഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വെറുതെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഇല്ല നിങ്ങൾ വിഷമിപ്പിച്ചോ? ഇല്ല മിസ്. ഇല്ല. എന്ത് തോന്നി നിങ്ങൾക്ക്? ആ ഓർമ്മകളൊന്ന് ബന്ധപ്പെട്ട് എന്താ തോന്നിയത്? ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. ഓക്കെ, കഴിഞ്ഞു പോയ ഒരു നിമിഷം ഒരിക്കൽ കൂടെ ഓർക്കാൻ കിട്ടിയതില് അല്ലെ, നമ്മളതൊന്ന് ആലോചിച്ചു. നമ്മള് ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പിന്നീടൊന്ന് ഓർക്കാന്നുള്ള ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ആക്ടിവിറ്റിയിൽ നിന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ കൈവിട്ട് പോയി എന്ന് പറയാം, അല്ലേ? എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വിഷമം പെട്ടെന്നൊന്നും കാര്യമില്ല കേട്ടോ. കുറെ നേരം പിടിച്ചു നിന്നിട്ട് കുറെ പറ്റാതാവുമ്പോൾ എന്റെ കണ്ണിന് കണ്ണുനീര് വരുള്ളൂ. കാണുന്നില്ലേ? അതെന്താന്നോ അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ ഇപ്പൊ എല്ലാവരും പറയുമ്പോ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. ചെറിയ ക്ലാസ്സില് MT5 ഒരു കുട്ടിയുണ്ട്. MT5 ക്യാൻസർ ഉള്ള ഒരു കുട്ടിയാണ്. കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യും, നല്ല രീതിയിലാണ് അറ്റൻഡ് ചെയ്യും. പക്ഷെ ഒരുപാട് നാള് കഴിഞ്ഞതിന് ശേഷം ആൾക്ക് അങ്ങനെ ഒരു അസുഖം ഞാൻ അറിയാം. എന്നിട്ടും ആള് ഭയങ്കര ചിരിച്ചാണ് അതിന് നേരിട്ടിരുന്നത്. കാരണം MT5 ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ഇൻസിഡൻസ് സംഭവിച്ചവരാണ് MT5. അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഓരോ എന്താ പറയാ, ഓരോ ജോലി തിരഞ്ഞെടുത്തവർക്ക്, ഓരോ പഠനത്തിലേക്ക് പോയവരൊക്കെ ഉണ്ട്.
അപ്പൊ ഒരുപാട് പേരുടെ നമ്മൾ എക്സ്പീരിയൻസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചില സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റാണ്ടായിരിക്കും. നമ്മള് എന്താ പറയാ, അതിങ്ങനെ കേട്ടിരിക്കാന്നല്ലാതെ വേറെ ഒന്നുമില്ല. കേട്ടിരിക്കാനേ പറ്റുള്ളൂ ചില സമയം. ആശ്വാസം ഒന്നിനൊന്നും ഒരു എന്താ പറയാ, ഒരു മരുന്നല്ല. ആശ്വസിപ്പിക്കാൻ പോകുന്ന ചില സമയം അത് ആശ്വാസം നമുക്കൊന്നും ആവില്ല. അതിങ്ങനെ ആ ഫീലിങ്സ് തന്നെ കുറെ നേരം ഇരിക്കുക. അത് ഇന്ന് ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ മാറും. പിന്നെ നമ്മൾ പഴയ ലൈഫിലോട്ട് തിരിച്ചു വരും. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട ഏറ്റവും നല്ല ഓർമ്മകൾ ഇതോടെ ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ആരെങ്കിലും പേഴ്സണലി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയണു. അതിനു വേണ്ടി ചെയ്തതല്ല. നിങ്ങൾക്ക് അറിയാലോ, ഒന്നും ചെയ്യില്ല എന്നറിയാലോ. ഓക്കെ അറിയാം മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ് പറയുന്നത്? മാം, നമ്മളെ അംഗീകരിക്കുന്ന ഒരാള്, ഒരിടം, ഒരു വാക്ക്, ഇതൊക്കെ മതി നമ്മ ഹാപ്പി ആവാൻ. അതെ, ഓക്കെ ഓക്കെ. സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ആരുമില്ല? ആരുമില്ല? ഓക്കെ, എങ്കില് നമുക്ക് ലീവ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.